ഓം നമോ നാരായണായ. നാരായണീയം ദശകം 18 പൃഥുചരിതം. ചൊൽപ്പൊങ്ങുമംഗരാജൻ ധ്രുവവംശജൻ, തൽപുത്രനുണ്ടായി വേനൻ മഹാഷഠൻ. തൻ പുത്രദോഷത്തിൽ വല്ലാതെ ദുഃഖിച്ചു, നിൻപദം ചിന്തിച്ചു കാടുപൂകി നൃപൻ. ദുഷ്ടനാണെങ്കിലും ശക്തനാം വേനനെ, നാട്ടുകാർ വാഴിച്ചു സിംഹാസനസ്ഥനായി. ഏവരോടും തൻ ബലം പുകഴ്ത്തിക്കൊണ്ടു, ഭൂവിൽ നിൻ പൂജയെല്ലാം തടഞ്ഞാനവൻ. നല്ല മാർഗങ്ങൾ പറഞ്ഞുപദേശിച്ചു, നല്ലവനാക്കുവാൻ ചെന്നു മഹർഷിമാർ. ഇന്നു ഞാനല്ലാതെ അന്യനില്ലീശനായി എന്നവൻ നിന്നെയും നിന്ദിച്ചുരയ്ക്കയാൽ. മാപാപി വേനനെ താപസന്മാരുടൻ ശാപാഗ്നി തന്നിൽ ശലഭമാക്കിയിടിനാർ. നാഥനില്ലായ്കയാൽ ദുർജന ചേഷ്ടയിൽ, ഭീതരാം താപസർ പോം വഴി കണ്ടുടൻ. മാതാവു സൂക്ഷിച്ച വേനൻ്റെ യാജടം, ജാതമോദം കടഞ്ഞിടിനാരാസ്ഥയാ. കന്മഷം പോയി തുട കടഞ്ഞപ്പോഴേ, കൈക്കടഞ്ഞിടവേ ജാതനായി ഭവാൻ. കീർത്തിമാനായി നീ പൃഥുവെന്ന നാമത്തിൽ, ആ താപസന്മാരറിയിച്ചതിൻവിധം. ഭാവിയിൽ നീ മഹാവീര്യപരാക്രമനാവുമെന്നോതിപ്പുകഴ്ത്തിനാർ ബന്ദികൾ. വേനൻ്റെ പീഡയാൽ സമ്പത്തു സർവവും, താനുള്ളിലേക്കായി വലിച്ചോരു ഭൂമിയെ. ഊക്കിനാൽ ആക്രമിച്ചാകെ നിരപ്പാക്കി, വിക്രമിയാം ഭവാൻ വില്ലിൻ്റെ തുമ്പിനാൽ. പിന്നെ യഥാതു വംശങ്ങളിൽ മുഖ്യരെ, കന്നുകിടാങ്ങളായി നിർത്തി യഥോചിതം. തക്ക പാത്രങ്ങളിൽ അന്നാദി വസ്തുക്കൾ ഒക്കെ യഥേഷ്ടം കറന്നെടുത്തിടുവാൻ. ദേവാസുരാദികൾക്കാവും വിധം ഭവാൻ, ഗോവിൻ്റെ രൂപത്തിൽ നിർത്തി ധരിത്രിയെ. യാഗങ്ങളോരോന്നു ചെയ്തു നിന്നെ തന്നെ, ആഗമക്കാതലാം നീ യജിച്ചിടവേ. വിശ്വരൂപൻ ഭവാൻ അന്നു 100-ാമത്തെ അശ്വമേധത്തിനൊരുക്കങ്ങൾ ചെയ്യവേ. ഈർഷ്യവാചീടും ശതമഘൻ നീചൻ്റെ, വേഷം ധരിച്ചു ഹരിച്ചു കുതീരയെ. ഉംബർകോനെ പിന്തുടർന്നു തോൽപ്പിച്ചിട്ടു, നിൻ പുത്രനശ്വത്തെ വീണ്ടെടുത്തിടിനാൻ. ഏവം പലവട്ടമശ്വത്തെ മോഷ്ടിച്ചു, വൈവശ്യമേറ്റുന്ന ദേവേന്ദ്രനെ തന്നെ. ഹോമിക്കുവാനായൊരുങ്ങിയപ്പോൾ വന്നു, മാമുനിമാരെ വിലക്കി വിരിഞ്ചനും. യജ്ഞം മുഴുമിക്കെ വിഷ്ണുവാം നീ കണ്ടു, പ്രത്യക്ഷനായി മുമ്പിൽ നിൽക്കുന്ന വിഷ്ണുവേ. ശാർംഗീവരമായി നൽകിയ ഭക്തിയെ, വാങ്ങിയൊരിക്കൽ നീ താപസന്മാരോടും. ഗംഗാതടത്തിലിരിക്കവേ മാമുനി സംഘത്തിനോരോ ഹിതോപദേശങ്ങളാൽ,
മോദം വളർക്കെ സനകാദികളായ വൈദിക ശ്രേഷ്ഠരെ കണ്ടു പുരോഭുവി. അന്നവർ വേണ്ടും വിധമുപദേശിച്ചു തന്നതാം ജ്ഞാനം മനസ്സിൽ ധരിച്ചു നീ. കാനനവാസിയായി കാലാന്തരത്തിങ്കലാനന്ദരൂപമാം നിൻ പദമെത്തിനാൻ. ആ പൃഥുരൂപം ധരിച്ച നീ എൻ ഗദം ക്ഷിപ്രമകറ്റണേ വാതാലയപദേ. ഓം നമോ ഭഗവതേ വാസുദേവായ.